നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് അന്തിമ രൂപമാകും. പത്രിക പിൻവലിക്കാനുള്ള തീയതി ഇന്ന് അവസാനിക്കുന്നതോടെയാണ് സ്ഥാനാർത്ഥി ചിത്രം തെളിയുക. അതേസമയം സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയ നടപടിക്കെതിരെ രൂക്ഷ വിമർശനം സംഘടനയ്ക്കകത്തു നിന്നും പുറത്തുനിന്നും ഉയരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് സാന്ദ്ര നൽകിയ ഹർജി എറണാകുളം സബ് കോടതി ഈ മാസം 11-ന് വീണ്ടും പരിഗണിക്കും. പ്രസിഡന്റ് ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് സാന്ദ്ര നൽകിയ പത്രികകളാണ് തള്ളിയത്. അൻമരിയ സണ്ണി കൊച്ചിയിൽ ചേർന്നു. അൻമരിയ, തെരഞ്ഞെടുപ്പ് ചിത്രം ഇന്ന് തെളിയും. അതോടൊപ്പം ഈ പറയുന്ന സാന്ദ്ര പ്രശ്നം അവിടെ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു. വിവരങ്ങൾ സുഹൈൽ, ഈ നിർമ്മാതാക്കളുടെ സംഘടനയായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത് വലിയ തരത്തിലുള്ള നാടകീയ സംഭവങ്ങളാണ് നടന്നിരുന്നത്. സാന്ദ്ര തോമസിന്റെ പത്രിക പിൻവലിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ അത് അകത്തുനിന്നും പുറത്തുനിന്നും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. നിർമ്മാതാക്കളുടെ ഇടയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിമർശനങ്ങളാണ് സാന്ദ്രയെ അനുകൂലിച്ചും സാന്ദ്രയെ എതിർത്തുകൊണ്ടും മുൻപോട്ട് വന്നത് നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് സാന്ദ്ര നൽകിയ ഹർജി എന്തായാലും ഈ മാസം 11-ന് കോടതി പരിഗണിക്കും. ഇതിനിടയിലാണ് ഇന്നാണ് ഇതിന്റെ ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു അന്തിമ രൂപം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇന്ന് പുറത്തു വരും. അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള അവസാന തീയതി ഇന്നാണ്. അതോടുകൂടിയാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വൈകുന്നേരത്തോടു കൂടി തെളിയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന, അതായത് പ്രസിഡന്റ് ട്രഷറർ സ്ഥാനങ്ങളിലേക്കായിരുന്നു സാന്ദ്ര തോമസ് പത്രിക നൽകിയിരുന്നത്. അത് പിൻവലിച്ചിട്ടുണ്ട്. ഇനി ബാക്കി പത്രികകൾ വരുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സജി നന്ദിയാട്ടും സംവിധായകൻ വിനയൻ എന്നിവരാണ് പത്രിക നൽകിയിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആൻഡോ ജോസഫ്, ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവർ പത്രിക നൽകിയിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ട്രഷറർ സ്ഥാനത്തേക്കുമായി നിരവധി നിർമ്മാതാക്കളും മത്സരിക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ ഒരു അന്തിമ പട്ടിക അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പുറത്തു വരും. ഇത് പിൻവലിക്കുന്ന ആളുകളുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെയായിരിക്കും ഇന്ന് പുറത്തു വരാനായിട്ടുള്ളത്. സുഹൈൽ, ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. ആൻമരിയ, ഈ സാന്ദ്രയുടെ പരാതി അതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഇത് ഈ തെരഞ്ഞെടുപ്പ് നടപടികളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ ആൻമരിയ? ആ രീതിയിലൊരു സാധ്യത നിലനിൽക്കുന്നില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നങ്ങൾ അത് കൃത്യമായിട്ട് അന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വന്നിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സാന്ദ്രയുടെ സിനിമകൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോമിനേഷൻ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ ഒരു പ്രശ്നമായിട്ട് ബാധിക്കാനായിട്ടുള്ള ഒരു സാധ്യത അത് നിലനിൽക്കുന്നില്ല. പക്ഷേ സാന്ദ്ര കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും ഇനി അതിനെ ബാധിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. വലിയ തരത്തിലുള്ള നാടകീയ സംഭവങ്ങൾ അന്ന് അതിന്റെ ഉള്ളിൽ അത് ആ പത്രിക പിൻവലിക്കുന്ന ആ സമയത്തിൽ നടന്നത് നമ്മൾ കണ്ടതാണ്. സാന്ദ്ര തോമസ് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം അവിടെ ഉയർത്തിയതാണ്. അതിനു മുൻപ് സാന്ദ്ര തോമസ് ഇത് നോമിനേഷൻ നൽകാൻ എത്തിയപ്പോൾ പറുതു ധരിച്ചു വരെ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഈ രീതിയിൽ അതിനിടയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഉയർത്തിക്കാട്ടുന്ന ആളുകൂടിയാണ് സാന്ദ്ര തോമസ്. അപ്പോൾ സാന്ദ്ര തോമസിനെ എതിർത്തുകൊണ്ടും സാന്ദ്ര തോമസിനെ അനുകൂലിച്ചുകൊണ്ടും മുന്നോട്ട് വരുന്ന ആളുകളും നിരവധിയാണ്. എന്നിരുന്നാൽ പോലും അത് തെരഞ്ഞെടുപ്പിനെ ഒരു പ്രശ്നമായിട്ട് ബാധിക്കുകയില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വരുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഇത് മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അതിന്റെ നടപ്പുവശങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ അത് ലഭ്യമാവുകയുള്ളൂ. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ വഴിക്ക് നടക്കും. സാന്ദ്രയുടെ നിയമ വ്യവഹാരം ആ വഴിക്ക് നടക്കും. മറ്റു വാർത്തയിലേക്കാണ്.